പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 20 തിങ്കൾ. പ്രധാന വാർത്തകൾ. ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന പേരിലും മറ്റും ഉപഭോക്താക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഏഷ്യൻ രാജ്യക്കാരനെ പിടികൂടിയത്. വൺ ടൈം പാസ്വേഡ്, SMS എന്നിവ അയച്ച് ആളുകളെ കബളിപ്പിച്ചാണ് സംഘം പണം അപഹരിക്കുന്നതെന്ന് ROP പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വിവിധ തരത്തിലുള്ള തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുതന്ത്രങ്ങളിലൂടെ ഇരകളെ വശീകരിക്കുന്നവർ നൂതന മാർഗങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് തീപിടുത്തം. സംഭവത്തിൽ 4 ഏഷ്യക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ഇന്ന് രാവിലെ അറിയിച്ചു. അസ്ഥിര വസ്തുക്കളാലാണ് തൊഴിലാളികൾ വീട് നിർമ്മിച്ചതെന്നും CDAA വ്യക്തമാക്കി. സംഭവത്തിൽ മസ്കത്ത് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ ഫയർ ഫൈറ്റിംഗ് ആൻഡ് റെസ്ക്യൂ ടീമുകൾ രക്ഷാപ്രവർത്തനം നടത്തിയതായും അറിയിച്ചു. തലസ്ഥാനത്തെ 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഫെബ്രുവരി 20 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രവേശനം നൽകുക. ബാലവതിക മുതൽ 9 വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് www.indianschoolsoman.com വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 2025 ഏപ്രിൽ 1-ന് 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാകുക. കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡൻസ് വിസ ആവശ്യമാണ്. മസ്കത്ത്, ദാർസെയ്ത്ത്, വാദി കബീർ, സീബ്, ഗുബ്ര, മഫേല ബൗഷർ എന്നീ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഏകീകൃത ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. വാദി കബീർ ഇന്ത്യൻ സ്കൂൾ, ഗുബ്ര ഇന്ത്യൻ സ്കൂൾ എന്നിവയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ്. പ്രവേശനത്തിനായി രക്ഷിതാക്കൾക്ക് നേരിട്ട് CSE അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാം. www.cseoman.com വഴിയും പ്രവേശനം നേടാം. 7 ഇന്ത്യൻ സ്കൂളുകളിലെയും അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ല. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനത്തിലാകും പ്രവേശനം നൽകുക. ഇതുപ്രകാരം അക്കാദമിക് ഘടന 5+3+3+4 എന്ന സംവിധാനത്തിലേക്ക് പുനർനിർവചിക്കപ്പെടും. കിൻഡർഗാർട്ടൻ നിലവിലുള്ള 2 വർഷ ഘടനയിൽ നിന്ന് 3 വർഷമാക്കും. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് 3 വർഷത്തെ കിൻഡർഗാർട്ടൻ, 6 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ 1-2 ക്ലാസുകളിലുമാണ് ഉൾപ്പെടുക. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ 8 മുതൽ 11 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 3 മുതൽ 5 വരെ ക്ലാസുകളും, 11 മുതൽ 14 വയസ്സ് വരെ മിഡിൽ സ്റ്റേജിൽ 6 മുതൽ 8 വരെ ക്ലാസുകളും, 14 മുതൽ 18 വയസ്സ് വരെയുള്ള 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ സെക്കൻഡറി ഘട്ടവും ഉൾപ്പെടും. NEP-യുടെ ഭാഗമായി പ്രീ സ്കൂൾ ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുകൾ ഇപ്രകാരമാകും നടപ്പാക്കുക. ബാലവതിക 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾ KG 1,
4 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, KG 2 5 വയസ്സുള്ള കുട്ടികൾ, ക്ലാസ് 1 6 വയസ്സുള്ള കുട്ടികൾ. അതേസമയം നിലവിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രമോഷൻ യഥാക്രമം KG 1 മുതൽ KG 2 വരെയും KG 2 മുതൽ ക്ലാസ് 1 വരെയും നിലവിലെ സമ്പ്രദായമനുസരിച്ച് തുടരുമെന്നും സ്കൂൾ ഡയറക്ടർ ബോർഡ് അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിയിറങ്ങിയപ്പോൾ അവശേഷിക്കുന്നത് വിവിധ ചോദ്യങ്ങൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികൾ കുറഞ്ഞപ്പോഴും പോളിംഗ് കൂടിയതും വിജയികളുടെ വോട്ട് വിഹിതം ഉയർന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇന്ത്യൻ സ്കൂൾ സംവിധാനങ്ങൾക്കും വിദ്യാർത്ഥി സമൂഹത്തിനും ഗുണപരമായ എന്തു ചെയ്യുന്നുവെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇന്ത്യൻ സ്കൂളുകളിലെ ഫീസ് വർധന, അധ്യാപകരുടെ കുറവ് നികത്താതിരിക്കൽ, മാനേജ്മെന്റ് തസ്തികകളിൽ ഒഴിഞ്ഞുകിടക്കൽ, അനുവദിച്ചതിലും അധികം കുട്ടികൾ ക്ലാസ് മുറികളിൽ പഠനം നടത്തൽ, ഇൻഫ്രാസ്ട്രക്ചർ ഫീസ് പിൻവലിക്കാതിരിക്കൽ, അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലും തിരഞ്ഞെടുപ്പ് കാലയളവിൽ സ്ഥാനാർത്ഥികൾ ഉയർത്തിയിരുന്ന പ്രധാന വിഷയങ്ങൾ. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ എത്തിയാലും ഇത്തരം വിഷയങ്ങളോ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോ പരിഹരിക്കപ്പെടാറില്ല. മാത്രമല്ല, പുതിയ പ്രയാസങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. പുസ്തക വിതരണം വൈകൽ, ഇന്ത്യൻ സ്കൂൾ ബോർഡിനെതിരെയുള്ള 1 ദശലക്ഷം റിയാലിന്റെ കോടതി വിധി തുടങ്ങിയവയാണ് കഴിഞ്ഞ ബോർഡിന്റെ കാലത്തുണ്ടായിട്ടുള്ള പുതിയ പ്രശ്നങ്ങളിൽ ചിലത്. കോടതി വിധിച്ച പിഴ തുക അടയ്ക്കേണ്ട സാഹചര്യത്തിൽ വരുന്ന അധ്യയന വർഷം സ്കൂളുകൾ ഫീസ് വർധിപ്പിക്കുമോയെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഇപ്പോഴും. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിഷയങ്ങളെ കേൾക്കുമെന്നും ഇന്ത്യൻ സ്കൂളുകൾക്ക് ആകെയും ഗുണകരമായ നടപടികളുണ്ടാകുമെന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഉത്തരവാദിത്വം വർധിപ്പിക്കുന്നുവെന്ന് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടവരും പറഞ്ഞു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ സ്ഥാനാർത്ഥികൾ കുറഞ്ഞപ്പോഴും പോളിംഗ് ഉയർന്നത് ശ്രദ്ധേയമാണ്. 7000-ൽ പരം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ 5125 രക്ഷിതാക്കൾക്കായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത്. 3503 രക്ഷിതാക്കൾ വോട്ട് രേഖപ്പെടുത്തി. 67% പോളിംഗ്. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനമാണിത്. 1622 രക്ഷിതാക്കൾ വോട്ട് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം വോട്ടെണ്ണലിൽ പരാതിയുള്ളവർക്ക് റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്നതിന് അനുവദിച്ച സമയം ഇന്നലെ അവസാനിച്ചു. ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടതായി വിവരമില്ല. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക നിലവിലെ ബോർഡ് ചെയർമാന് ഈ മാസം 22-ന് ഇലക്ഷൻ കമ്മീഷൻ കൈമാറും. തുടർന്ന് നിലവിലെ കമ്മിറ്റി കാലാവധി അവസാനിക്കുന്നതോടെ അടുത്ത മാസങ്ങളിൽ പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കും. ഒമാനിൽ ഇസ്രാ മിഅ്റാജ് പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചു. ജനുവരി 30 വ്യാഴാഴ്ച രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പൊതു അവധി ആയിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വാരാന്ത്യ അവധി ദിനങ്ങളുൾപ്പെടെ തുടർച്ചയായി 3 ദിവസത്തെ ഒഴിവ് ലഭിക്കുന്നത് തൊഴിലാളികൾക്ക് ആശ്വാസകരമാകും. അതേസമയം ജനുവരി 27-ന് ആണ് ഒമാനിൽ മിഅ്റാജ് ദിനം. ഈ വർഷത്തെ ഹജ്ജിന് അനുമതി ലഭിച്ച പൗരന്മാരും താമസക്കാരും നിർദ്ദിഷ്ട പ്രതിരോധ കുത്തിവയ്പുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രതിരോധശേഷി ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി എല്ലാ തീർത്ഥാടകരും അവരുടെ യാത്രയ്ക്ക് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും വാക്സിനേഷൻ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. താഴെ പറയുന്ന വാക്സിനുകളാണ് എടുക്കേണ്ടത്. കോവിഡ്-19 മോണോവാലന്റ് വാക്സിൻ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ, ഗർഭിണികൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, ഹൃദ്രോഗം, വൃക്കരോഗം, രോഗപ്രതിരോധശേഷി കുറവ് തുടങ്ങിയ വിട്ടുമാറാത്ത അസുഖമുള്ളവർ. കോവിഡ്-19 മോണോവാലന്റ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് ആവശ്യമാണ്. സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ 6 മാസവും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും ഈ വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാണ്. മെനിൻഗോകോക്കൽ
മെനിഞ്ചൈറ്റിസ് വാക്സിൻ 2 മാസവും അതിൽ കൂടുതലുമുള്ള എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും ഈ വാക്സിൻ നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തീർത്ഥാടകർ അതത് ഗവർണറേറ്റുകളിലെ നിയുക്ത ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. തലസ്ഥാന നഗരിയിലും പരിസരങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 2:43 ആണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം 3 കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത്. ഹമരിയ, വാദി കബീർ, മത്ര, സിതാബ് പ്രദേശങ്ങളിലെ താമസക്കാർക്കും ചലനം അനുഭവപ്പെട്ടു. പെട്ടെന്നുള്ള ചലനത്തിൽ പരിഭ്രാന്തരായ പലരും ഭയന്ന് വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും പുറത്തിറങ്ങി. ആളപായങ്ങളും മറ്റു ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ നവംബർ 24-ന് ആമിറാത്ത് വിലായത്തിൽ റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. ദോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിലെ മലയിൽ കുടുങ്ങിയ 3 സ്വദേശി പൗരന്മാരെ രക്ഷിച്ചു. വാദി അൻസൂർ പ്രദേശത്താണ് ഇവർ മലയിൽ കുടുങ്ങിയത്. ഒമാൻ റോയൽ എയർഫോഴ്സ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് ഇവരെ കണ്ടെത്തുന്നത്. ഇവരെ ഉടൻ തന്നെ സലാല എയർബേസിൽ സുരക്ഷിതമായി എത്തിച്ചു. തണുപ്പ് വർദ്ധിച്ചതോടെ മല കയറുന്നവർ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് സുരക്ഷാ വിഭാഗം അധികൃതർ വീണ്ടും ഉണർത്തുന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ ഗുറിയാത്ത് വിലായത്തിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലെ തീപിടുത്തം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേന അണച്ചത് മണിക്കൂർ നീണ്ട യജ്ഞത്തിൽ. ഗുറിയാത്ത് പ്രദേശത്ത് ഞായറാഴ്ച രാവിലെയാണ് ഗോഡൌണിന് തീപിടിക്കുന്നത്. ഗോഡൌണിലെ മിക്ക സാധനങ്ങളും കത്തിനശിച്ചു. വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നുമില്ല. അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.